വാർത്തകൾ വിശദമായി. തമിഴ്നാട് വാൽപ്പാറയിലെ ട്രാവലർ മറിഞ്ഞ് 9 മലയാളികൾ മരിച്ചതിൽ 9 പേരുടെയും പൊതുദർശനം. അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1 മണിക്കൂറാണ് പൊതുദർശനം. പൊതുദർശനത്തിന് ശേഷം 10 മണിയോടെ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകും. സംസ്കാരം ഉച്ചയോടെ ഉണ്ടാകും. വിവരങ്ങളുമായി ബിനോയാണ് ചേരുന്നത്. ബിനോയ്, ഇപ്പോൾ ആയിരങ്ങളാണ് ഈ ഒരു സ്കൂൾ വളപ്പിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. കുരുന്നുകളും പൂർവ്വ വിദ്യാർത്ഥികളും ഒക്കെ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ അവസാനമായി കാണാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. വി ശിവൻകുട്ടിയും എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റാരൊക്കെയാണ് ഈ ഒരു പൊതുദർശനത്തിൽ എത്തിയിട്ടുള്ളത്? തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ ഹൈസ്കൂളിൻ്റെ പരിസരം മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 10 മണിക്ക് പൊതുദർശനം പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞതെങ്കിൽ തന്നെയും 10 മണിക്കുള്ളിൽ തന്നെ ഈ പൊതുദർശനം പൂർത്തിയാകില്ല. അത്രയധികം ആളുകളാണ് ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്, ഈ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ നേരത്തെ ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഒപ്പം വിദ്യാഭ്യാസ വകുപ്പ് ഈ സ്കൂളിലെ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഒരു നാടുമായി അത്രയധികം അടുത്ത ബന്ധമുള്ള ആളുകളാണ് ഈ മരിച്ച 9 പേരും. അതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് മജീദ് സാറാണ്. മജീദ് ആ സ്കൂളിലെ അധ്യാപകനാണ്. അല്പം കാഴ്ച പരിമിതിയുള്ള അദ്ദേഹവും ഈ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത, അദ്ദേഹത്തിൻ്റെ കാഴ്ച പരിമിതിയുള്ളവരുടെ സംഘടനയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ് മജീദ് സാർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരുപക്ഷെ അവർക്ക് കാണാൻ കഴിയില്ല എങ്കിൽ പോലും മജീദ് സാറിൻ്റെ ശബ്ദം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹം അറിഞ്ഞവരാണ്. അവരിവിടെ എത്തി അന്ത്യോപചാരം അർപ്പിച്ച് മടങ്ങുമ്പോൾ അത് ഒരു വളരെ വേദനാജനകമായ നിമിഷങ്ങളായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു പക്ഷേ ഒരു സ്കൂള്, LP സ്കൂൾ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട്. കാരണം കുട്ടികളുമായിട്ടുള്ള അധ്യാപകരുടെ ആത്മബന്ധം, ആ അധ്യാപകരും കുട്ടികളുടെ രക്ഷിതാക്കളുമായിട്ടുള്ള ആത്മബന്ധം, അതൊക്കെ വളരെ എടുത്തു പറയേണ്ടതാണ്. കൊച്ചു കുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെ ഓരോ കാര്യങ്ങളും വളരെ ഒരു അമ്മയുടെ വാത്സല്യത്തോടു കൂടി ആണ് ഈ അധ്യാപകർ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ അത്രയധികം അടുത്ത ബന്ധം ഈ കുട്ടികൾക്ക് അധ്യാപകരുമായുണ്ട്. ആ ബന്ധം നമുക്കൊരിക്കൽ പോലും അത് വളരെ വേഗത്തിൽ, അല്ലെങ്കിൽ ഇവർക്ക് ഈ കുട്ടികൾക്ക് ഒരിക്കൽ പോലും, അവരുടെ രക്ഷിതാക്കൾക്ക് ഒരിക്കൽ പോലും വിസ്മരിക്കാനാവാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഇടപെട്ടുകൊണ്ട് കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം 10 മണിക്ക് ഇവിടുത്തെ പൊതുദർശനം അവസാനിപ്പിക്കും എന്നാണ് പറഞ്ഞതെങ്കിൽ തന്നെയും പക്ഷേ പൊതുദർശനത്തിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നില്ല. അത്രയധികം ആളുകൾ സ്കൂളിൻ്റെ പുറത്ത്, ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവിടെയുള്ള ആളുകൾ, അതായത് പ്രത്യേകിച്ചും വരുന്ന ആളുകൾ സ്വയം നിയന്ത്രിച്ച് ഇങ്ങനെ കടന്നു പോകുന്ന ഒരു അന്ത്യോപചാരം അർപ്പിച്ച് കടന്നു പോകുന്ന ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രയധികം വേദനാജനകമാണ്. അത്രയധികം ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഈ സ്കൂൾ അങ്കണം ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരുമിച്ച് സന്തോഷം പങ്കുവയ്ക്കുവാൻ നടത്തിയ യാത്ര അവർ തിരിച്ച് ദുഃഖിതരായി അവരുടെ ചേതനയേറ്റ ശരീരം തിരിച്ചു കൊണ്ടുവരുമ്പോൾ ദുഃഖത്തോടെ ഒരു നാട് ഏറ്റുവാങ്ങുന്ന ഒരു കാഴ്ച ഒരു പക്ഷേ സമീപകാലത്തെങ്ങും തന്നെ ഇത്രയധികം ഒരു ഹൃദയഭേദകമായ ദുഃഖം കേരളത്തിനുണ്ടായിട്ടില്ല. ഒരു നാടിനെ അത്ര കണ്ട് വിഷമത്തിലാക്കിയ, ഒരു നാടിനെ അത്ര കണ്ട് ദുഃഖത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു ഇത്. കാരണം ഈ പാങ്ങ് എന്ന് പറയുന്ന ആ ഒരു കൊച്ചു സ്ഥലം, അവിടെ ഉള്ള അധ്യാപകർ, ആ സ്കൂളിലെ അധ്യാപകർ, എന്നും കാണുന്ന മുഖങ്ങൾ, അവരുടെ കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകർ, ആ അധ്യാപകരുമായി അടുത്തു ബന്ധമുള്ള രക്ഷിതാക്കൾ, നാട്ടുകാർ, പൊതുപ്രവർത്തകർ, അങ്ങനെ പറയുന്ന എല്ലാവരും അറിയുന്ന ആളുകൾ. പ്രത്യേകിച്ചും LP സ്കൂളിലെ അധ്യാപകരാകുമ്പോൾ അവർ സാധാരണ കുട്ടികളിൽ നിന്ന് വളരെ അടുപ്പം കുട്ടികളോട് കാണിക്കുന്നവരാണ്, അടുപ്പം കുട്ടികളുടെ സ്നേഹം കാണിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്കറിയാം, നാട്ടുകാർക്കറിയാം ഇവരുടെ വേർപാട്. ഇതിൽ 2 അധ്യാപകർ മാത്രമാണ് സ്കൂളിൽ നിന്നും അല്പം അകലെയായി ഉള്ളത്. പ്രധാന അധ്യാപികയായ അജിതയും ആശയും. ബാക്കിയുള്ളവരൊക്കെ തന്നെ പാങ്ങ് എന്ന് പറയുന്ന ആ സ്ഥലത്തിന് അടുത്തുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം അറിയാവുന്നവരാണ് ഈ ആളുകൾ. അത്രയധികം വേദനയാണ്, അല്ലെങ്കിൽ ദുഃഖമാണ്, അല്ലെങ്കിൽ ആ വേർപാടിന് അത്രയധികം ദുഃഖമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി
വേണ്ടി ഈ സ്കൂൾ അങ്കണത്തിലേക്ക് വരുന്നത്. പ്രിയപ്പെട്ട അധ്യാപകരെ ഒന്ന് കാണുവാൻ, കാരണം ഇതിൽ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്, ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുണ്ട്, നേരത്തെ ഈ പഠിപ്പിച്ച് ഇപ്പോൾ അവിടെ നിന്ന് പഠനം പൂർത്തിയാക്കിയ ആളുകളുണ്ട്. അങ്ങനെ ഒട്ടനവധി പേരാണ്, പ്രിയപ്പെട്ട രക്ഷിതാക്കളുണ്ട്, അങ്ങനെ തുടങ്ങി ഒട്ടനവധി പേരാണ് ഈ സ്കൂളിലേക്ക്, ഈ ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. 10 മണിക്ക് അത് നിർത്തും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും 1-2 മണിക്കൂറുകൾ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന തരത്തിലല്ല ഇവിടുത്തെ ജനാവലി. ഈ പ്രിയപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ടവർ നാടിനോട് യാത്ര പറഞ്ഞ വേളയിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ വേദനയിൽ പങ്കുചേരുന്നതിന് വേണ്ടി ആയിരങ്ങളാണ് ആ സ്കൂളിൻ്റെ സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയധികം അധ്യാപകർ ഒരു അപകടത്തിൽ മരിച്ച ആദ്യ സംഭവം. അത് അത്രയധികം വേദനയുണ്ട്, അത്രയധികം ദുഃഖമുണ്ട്. കാരണം ഈ അധ്യാപകരും സാധാരണഗതിയിൽ ഹൈസ്കൂളോ അല്ലെങ്കിൽ മറ്റ് സ്കൂളുകളോ ഒക്കെ ആണെങ്കിൽ തന്നെ അധ്യാപകർ വിദ്യാർത്ഥി ബന്ധത്തിനപ്പുറത്തേക്ക് ആ നാടുമായി ഒരു ആത്മബന്ധമില്ല. ഇവിടെ കൊച്ചുകുട്ടികളായതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ രക്ഷിതാക്കളുമായിട്ടുള്ള ബന്ധം, അതുവഴി നാടുമായിട്ടുള്ള ബന്ധം, അങ്ങനെ വളരെയധികം അടുത്ത ബന്ധമുള്ളവർ, ആത്മബന്ധമുള്ളവരാണ് ഈ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾ 10 മണിയായതേ ഉള്ളെങ്കിൽ തന്നെയും വലിയ തരത്തിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട് അന്തരീക്ഷത്തിൽ. പലരും തളർന്ന് അവശരായി വീഴുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ദയനീയമായ ദുഃഖം തളങ്കട്ടി നിൽക്കുന്ന കാഴ്ചകൾ ഈ സ്കൂൾ അങ്കണത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായി പങ്കുവെക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഒരു മണിക്കൂർ കൂടി അനുവദിക്കുമായിരിക്കും ഈ ഭൗതിക ദേഹങ്ങളിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം നൽകുന്നത്. അതിനുശേഷം ഈ അടുത്തുള്ള പാങ്ങ് ജമാത്തിലും പാങ്ങ് മുസ്ലിം ജമാത്തിലുമൊക്കെ ആയിട്ടാണ് സംസ്കാര ചടങ്ങുകൾ. അജിത ടീച്ചറിൻ്റെയും ആശ ടീച്ചറിൻ്റെയും ഒക്കെ മൃതദേഹങ്ങൾ അവരുടെ വീടുകളിലേക്ക്, എല്ലാവരുടെയും മൃതദേഹങ്ങൾ അല്പസമയത്തിനകം അവരുടെ വീടുകളിൽ എത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീടുകളിൽ എത്തിച്ച് ബന്ധുക്കൾക്ക് അവരുടെ ഉറ്റവരെ ഒരു നോക്ക് കാണുവാൻ, ഇന്നലെ ചിരിച്ച് ഒരു യാത്ര പറഞ്ഞു പോയവരുടെ ചേതനയറ്റ ദേഹമാണ് ഇന്ന് അവരുടെ വീടുകളിലേക്ക് തിരിച്ചെത്തുന്നത്. ഒരു പക്ഷേ ബന്ധുക്കൾക്ക് പോലും താങ്ങാൻ കഴിയാത്ത ഒരു വേദന, അത്രയധികം വലിയ വേദനയാണ് ഈ 9 വേർപാടുകൾ ആ ഗ്രാമത്തിന് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഗ്രാമത്തിന് വല്ലാതെ പിടിച്ചുലച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇത് മജീദ് മാഷായിരുന്നു ആ സ്കൂളിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ. അദ്ദേഹത്തിന് അല്പം ഭിന്നപരിമിതി അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരനാണെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് കാഴ്ച പരിമിതിയുണ്ട്. അങ്ങനെ കാഴ്ച പരിമിതിയുള്ളവരുടെ സംഘടനയുടെ നേതാവ് കൂടിയാണ് മജീദ് മാഷ്. മജീദ് മാഷിൻ്റെ ആ ബന്ധം, ആ സ്നേഹം വലിയ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ആ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് മജീദ് മാഷ്. ആ മജീദ് മാഷിനെ കാണുന്നതിന് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ നിന്നും സംഘടനയിൽപ്പെട്ട ആളുകൾ ഒരു പക്ഷേ അകക്കണ്ണുകൊണ്ട് അവരുടെ വേദനയുടെ ആ വേർപാടിൻ്റെ ദുഃഖം അവർ പങ്കുവെച്ച് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നു. അത്രയധികം വേദനാജനകമാണ് ഈ സ്കൂൾ പരിസരം. കണ്ണീരണിഞ്ഞ കണ്ണുകൾ മാത്രമാണ് എല്ലായിടത്തും. ഒരു നോക്ക് പ്രിയപ്പെട്ടവരെ കണ്ടു മടങ്ങുന്നവർ. ഇന്നലെ ആ സ്കൂളിലെത്തി ഒരുമിച്ച് സന്തോഷത്തോടെ യാത്ര പറഞ്ഞു പോയവർ ഇന്ന് അവരുടെ ചേതനയറ്റ ശരീരം ആ സ്കൂൾ അങ്കണത്തിലേക്ക് എത്തുമ്പോൾ ഒരു നാടിന് താങ്ങുവാൻ കഴിയാത്ത വേദന, ദുഃഖഭാരം അന്ന് തന്നെ പറയേണ്ടി വരും. അത്രയധികം ആളുകളാണ് വേദനയോടുകൂടി ഒരു നോക്ക് കാണാൻ പ്രിയപ്പെട്ട ആശ ടീച്ചറിനെയും ഐദ ടീച്ചറിനെയും സുഹൃ ടീച്ചറിനെയും ഒക്കെ കാണുന്നതിന് വേണ്ടി എത്തുന്നത്. മജീദ് മാഷ് ഒരു പക്ഷേ ആ നാടിന് പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് പറയേണ്ടി തന്നെ വരും. കുട്ടികൾക്ക് വേണ്ടപ്പെട്ടവനായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം സാധാരണ LP സ്കൂളുകളിലെ അധ്യാപകർ കുട്ടികളുമായുള്ള ഒരു ആത്മബന്ധമുണ്ട്, ഒരു സ്നേഹമുണ്ട്. ഒരിക്കൽ പോലും മറക്കാൻ കഴിയാത്ത ദിവസങ്ങളാണ് LP സ്കൂളിലെ ദിവസങ്ങൾ. ആ സ്കൂളിലെ ദിവസങ്ങൾ സ്നേഹത്തോടെ അക്ഷരങ്ങൾ പറഞ്ഞു തരുന്ന, ആ അക്ഷരങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകർ വിട പറയുമ്പോൾ ഒരു പക്ഷേ ആ സ്കൂൾ വിട്ടു പോയവർക്ക് പോലും അത് താങ്ങാൻ കഴിയാത്ത ദുഃഖമായി, വേദനയായി, നൊമ്പരമായി മാറപ്പെടും. അത്രയധികം വേദനാജനകമായ ദുഃഖം തളം കെട്ടി നിൽക്കുന്നൊരു അന്തരീക്ഷത്തിലൂടെയാണ് ഈ പാങ് ഹൈസ്കൂൾ പരിസരവും കടന്നു പോകുന്നതെന്ന് പറയേണ്ടി വരും. 1 മണിയോടുകൂടി പലരുടെയും സംസ്കാര ചടങ്ങുകൾ മസ്ജിദുകളിൽ നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും പക്ഷേ ആ സമയം കാക്കാൻ, അല്ലെങ്കിൽ ആ സമയത്ത് ചടങ്ങുകൾ നടത്താൻ കഴിയുമോ എന്നൊരു സംശയം തന്നെ നിലനിൽക്കുന്നു. അത്രയധികം തിരക്കാണ്, അത്രയധികം ആളുകളാണ് വേണ്ടപ്പെട്ടവരുടെ അവസാന നിമിഷങ്ങളിൽ ഒന്ന് കാണുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ ചേതനയേറ്റ ദേഹങ്ങളൊന്ന് കാണുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘടനകൾ, സാമൂഹ്യ പ്രവർത്തകർ, അങ്ങനെ തുടങ്ങി നിരവധി പേർ വളരെ പണിപ്പെട്ടാണ് ഈ പുരുഷാരത്തെ നിയന്ത്രിച്ച് കാണുന്നതിന് വരുന്നത്. ആളുകളും അത്ര കണ്ട് സ്വയം
ആ ദുഃഖത്തിൽ പങ്കാളികളായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്ര സമയം കാത്തിരുന്നാലും പ്രിയപ്പെട്ട അധ്യാപകരെ ഒന്ന് കണ്ട് ഒന്ന് മടങ്ങുന്നതിന് വേണ്ടി എത്തിയവരാണ് അധികം പേരും. മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ തന്നെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരുപക്ഷെ 2 സർക്കാരുകൾ വളരെ വേഗത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനം, ഒരു മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് എത്തിക്കുവാൻ തമിഴ്നാട് സർക്കാർ എടുത്ത പ്രയത്നങ്ങൾ അതൊന്നും തന്നെ വിസ്മരിക്കാനാവില്ല. അത്ര കണ്ട് എല്ലാവരും ഈ ദുഃഖത്തിൽ പങ്കാളികളായി. ഒരു നാടിൻ്റെ ദുഃഖം അത്രയധികം വേദനാജനകമായിരുന്നു. അതുകൊണ്ട് തന്നെയാകണം ഒരു നാട് മുഴുവൻ ഇങ്ങനെ ഇവിടേക്ക് ഈ സ്കൂളങ്കണത്തിലേക്ക് എത്തുന്നത്. അതിനുമപ്പുറം ഒരു വലിയ നിശബ്ദത തളം കെട്ടി നിൽക്കുന്നു. എങ്ങും ആരും എല്ലാം മൗനം കൊണ്ട് നിറഞ്ഞൊരു സാധാരണഗതിയിൽ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കൂട്ടങ്ങളുണ്ട്. പക്ഷേ ഈ ആൾക്കൂട്ടങ്ങളിൽ ആരും സംസാരിക്കുന്നില്ല. എല്ലാവർക്കും പ്രിയപ്പെട്ട അധ്യാപകർ വിട്ടുപോയതിൻ്റെ വേദനയുടെ വേർപാടിൻ്റെ ദുഃഖങ്ങളുടെ നിമിഷമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയധികം ബന്ധമുള്ളവരാണ് ഈ അധ്യാപകർ. ഒരു പക്ഷേ വേനലവധി അവരുടെ ഈ നാടിൻ്റെ ദുഃഖത്തിൻ്റെ ഇതായി മാറുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതങ്ങനെയായിരുന്നു ആ നാടിന് പ്രിയപ്പെട്ടവരായി മാറിയത്. പ്രധാനാധ്യാപികയായ അദ്വൈത് ടീച്ചർ, അതുപോലെ തന്നെ അവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ സംഘം 13 പേരടങ്ങുന്ന സംഘം വാൽപ്പാറ കാണാൻ പോയത്. ഇന്നലെ അവർ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പകർത്തിയ ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ അവരുടെ മൊബൈൽ ഫോണുകളിൽ നിന്നൊക്കെ പലരും സ്റ്റാറ്റസായൊക്കെ ഇന്നലെ തന്നെ ഇട്ടിരുന്നു. അവിടുത്തെ സന്തോഷം പങ്കുവയ്ക്കുന്ന കാഴ്ചകളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് വളരെ നൈമിഷികമായ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനും അപ്പുറത്തേക്ക് ആ ചിത്രങ്ങൾക്ക് തൊട്ട് പിന്നാലെ ആ കണ്ടവർ കേട്ടത് ആ വേദനാജനകമായ വേർപാടിൻ്റെ വിവരങ്ങളായിരുന്നു. അത്രയധികം ദുഃഖം ആയിരുന്നു അത്. നിമിഷങ്ങൾക്കുള്ളിൽ അപകടം നടന്ന സ്ഥലത്ത് പൊലിഞ്ഞത് 8 ജീവനുകൾ, ആശുപത്രിയിൽ വെച്ച് ഒരു ജീവൻ, അങ്ങനെ 9 പേരുടെ ജീവനെടുത്ത ആ അപകടം. ഒരു പക്ഷേ വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലം പ്രകൃതിദത്തമാണ്, സുന്ദരമാണെങ്കിൽ പോലും ആ സ്ഥലത്തെ ദൃശ്യങ്ങൾ കണ്ടും കാഴ്ചകൾക്ക് കണ്ടും മടങ്ങിയ അധ്യാപകർക്ക് നഷ്ടമായത് അവരുടെ ജീവനുകളായിരുന്നു. ആ വേർപാട്, ആ ദുഃഖം സമ്മാനിച്ചത് ഒരു നാടിൻ്റെ വലിയ വിലാപത്തിനായിരുന്നു. ആ വിലാപം ഇങ്ങനെ തളം കെട്ടി നിൽക്കുമ്പോൾ, ആ വേദന തളം കെട്ടി നിൽക്കുന്ന സ്കൂൾ അങ്കണത്തിലൂടെ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ ഒന്ന് നോക്കി കണ്ണു നിറഞ്ഞു മടങ്ങുന്ന, വേദനയോട് മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത്രയധികം ദുഃഖമാണ്. പ്രിയപ്പെട്ട കുട്ടികളെത്തുന്നുണ്ട്, പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെത്തുന്നുണ്ട്, വേണ്ടപ്പെട്ട രക്ഷിതാക്കളെത്തുന്നുണ്ട്. അങ്ങനെ ഈ സ്കൂളുമായി ബന്ധമുള്ളവർ, നാടുമായി ബന്ധമുള്ളവർ, കാരണം ഒരു സ്കൂളിലെ അധ്യാപകർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നാടുമായി ബന്ധമുള്ളവരായിരിക്കും. ആ നാടിൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കാളികളാകുന്നവരായിരിക്കും അധ്യാപകർ. പ്രത്യേകിച്ചും ഒരു LP സ്കൂളിലെ അധ്യാപിക എന്ന് പറയുമ്പോൾ ഓരോ കുട്ടികളുടെ വീടുമായി അത്രയധികം ആത്മബന്ധമുണ്ടായിരിക്കും. ഓരോ അധ്യാപകരുടെയും വേർപാട് ഓരോ കുടുംബത്തിനും സമ്മാനിക്കുന്നത് വലിയ വേദനയാണ്. അതാണ് ഇത്രയും ആളുകൾ ഇങ്ങനെ എത്തുന്നത്. എല്ലാവരും നിശബ്ദരായി, ഒരു പക്ഷേ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കൽ പോലും അവർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒരു കാഴ്ച. അതാണ് ഈ നാട് ഇന്ന് സാക്ഷിയാവുന്നത്. ഒരു പക്ഷേ ഈ കേരളത്തിൽ ഇത്രയധികം അധ്യാപകർ ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുന്നൊരു സംഭവം അതിതാദ്യം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയധികം വേദന സമ്മാനിച്ചുകൊണ്ടാണ് ഈ 9 പേരും നാടിനോട് വിടചൊല്ലി മറയുന്നത്. അതുകൊണ്ട് തന്നെ അവസാന നിമിഷങ്ങളിൽ അത് എത്ര വേഗത്തിൽ കാണാനെത്തുന്നവർക്ക് വേഗത്തിൽ യാത്ര പറഞ്ഞു പോകണം, അല്ലെങ്കിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് കടന്നു പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെയും കാത്തു നിൽക്കുന്ന ജനക്കൂട്ടത്തിന് അങ്ങനെ മടക്കി അയക്കാൻ കഴിയില്ലല്ലോ. കാരണം അത്രയധികം വേണ്ടപ്പെട്ടവരാണ്, ബന്ധപ്പെട്ടവരാണ്, സ്കൂളിനോട് അടുപ്പമുള്ളവരാണ്. അവർക്ക് അവരുടെ അധ്യാപകരെ കാണണം, അവരുടെ ചേതനയേറ്റ ദേഹത്തിനു മുന്നിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചു മടങ്ങണം. അങ്ങനെ അതും ആ അധ്യാപകരോടുള്ള സ്നേഹം ഈ അവസാന നിമിഷത്തിലും പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അധികം പേരും. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ദുഃഖവാർത്ത ഇന്നലെ സ്കൂൾ ഏറ്റുവാങ്ങുമ്പോഴേക്കും, ആ സ്കൂളിൻ്റെ പരിസരം ഏറ്റുവാങ്ങുമ്പോഴേക്കുമൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെയധികം ആളുകൾ, വളരെയധികം ആ നാട്ടുകാർ, PTA ഭാരവാഹികൾ, സ്കൂളിലെ മുൻ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, അങ്ങനെ തുടങ്ങി
വലിയ ഒരു സംഘം ആളുകൾ വരുന്ന ഓരോ വാർത്തകളും വളരെ വേദനയോടെ ഏറ്റുവാങ്ങിയിരുന്നു. ആർക്കൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു പോയി, ആരൊക്കെ അവരിൽ നിന്ന് വേർപിരിഞ്ഞു പോയി, ആരൊക്കെ അവർക്ക് അതിശക്തമായ ദുഃഖങ്ങൾ സമ്മാനിച്ചു മടങ്ങിപ്പോയി, ആരൊക്കെ ആദ്യഘട്ടത്തിൽ മരിച്ചവരാരൊക്കെ എന്ന് പോലും, ആർക്കൊക്കെ അപകടം സംഭവിച്ചെന്ന് പോലും അറിയാത്തൊരു നിമിഷമായിരുന്നു. പലർക്കും പേരുകൾ അറിയാമായിരുന്നെങ്കിൽ തന്നെയും ആർക്കൊക്കെ അപകടങ്ങൾ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ആദ്യം വലുതായുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നെങ്കിൽ തന്നെയും അവിടെ എത്തിയവർ തന്നെ കിട്ടിയ വാഹനങ്ങളും അവർ നേരെ പോയത് വാൽപ്പാറയിലേക്കും ഈ ചേതനയേറ്റ ശരീരം സൂക്ഷിച്ചിരിക്കുന്ന പൊള്ളാച്ചിയിലെ ജനറൽ ആശുപത്രിയിലേക്കുമായിരുന്നു. സംസ്ഥാനത്തെ DGP ഉൾപ്പെടെയുള്ളവർ വ്യക്തമാണ്. ബിനോയിലേക്ക് തിരികെ എത്താം. നമുക്കിപ്പം വാർഡ് മെമ്പറായിട്ടുള്ള അബ്ദുറഹ്മാൻ ചേരുന്നുണ്ട്. ശ്രീ അബ്ദുറഹ്മാൻ, ഈ ഒരു പൊതുദർശനം 1 മണിക്കൂറാണ് പറഞ്ഞത്. ഇനി എത്ര നേരം ഈ ഒരു പൊതുദർശനം ഉണ്ടാകും? ഈ ഒരു മൃതദേഹങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെയും പൊതുദർശനം ഉണ്ടാകുമോ? പൊതുദർശനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ കാണാൻ ബാക്കിയുണ്ട്. പക്ഷേ വല്ലാതെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമില്ല, നല്ല ചൂടാണ്. അതുകൊണ്ട് പൊതുദർശനം ചുരുക്കിയിട്ട് അതായത് മൃതശരീരങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണ്. ഇപ്പോഴും ഒരുപാട് ആളുകൾ കാണാൻ ബാക്കിയുണ്ട്. വീട്ടില് അത്യാവശ്യം ബന്ധുജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യം മാത്രമാണ് ഏർപ്പെടുത്തുക. അതിനുശേഷം അതാത് മൃതദേഹങ്ങള് സംസ്കരിക്കാനുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോകും. ഇപ്പോഴും ഒട്ടേറെ ആളുകളുണ്ട്. മന്ത്രി ശിവൻകുട്ടി മണിക്കൂറുകളോളം ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജില്ലാ കലക്ടറും ഉപയോഗിക്കുന്ന MLA തുടങ്ങിയുള്ള പ്രമുഖരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകളോട് നിറഞ്ഞു നിൽക്കുകയാണ്. പൊതുദർശനം അവസാനിപ്പിച്ചിട്ടുണ്ട്. അതായത് മൃതശരീരങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് നീക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു കാണാത്ത ആളുകൾക്ക് വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോയാൽ അവിടെയും പൊതുദർശനം എന്തെങ്കിലും ഉണ്ടാകുമോ? പൊതുദർശനം ഉണ്ടാവില്ല. ബന്ധുജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യം ഏർപ്പെടുത്താൻ കഴിയുള്ളൂ. കാരണം ഇത് അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലല്ലോ. ഇന്നലെ രാത്രി പോസ്റ്റ്മോർട്ടങ്ങൾ കഴിഞ്ഞ ഡെഡ് ബോഡീസാണ്. അപ്പോൾ വളരെ കൂടുതൽ സമയം ഇത്രയും ചൂട് കൂടിയ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനുള്ള പ്രയാസങ്ങളുണ്ട്. വേണ്ടപ്പെട്ട ബന്ധുജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. ഹലോ, സ്കൂളിലെ കുട്ടികളെല്ലാം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? കുട്ടികളെ രക്ഷകളൊക്കെ കാണിച്ചു. ആദ്യം തന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും കാണാനുള്ള സൗകര്യമാണ് ഏർപ്പെടുത്തിയത്. അതിനുശേഷമാണ് പുരുഷന്മാർ കാണാൻ തുടങ്ങിയത്. പക്ഷേ പുരുഷന്മാരും വൈകി വന്ന കുറെ സ്ത്രീകൾ ഇനിയും കാണാൻ ബാക്കിയുണ്ട്. ഇനി എപ്പോഴത്തേക്കായിരിക്കും ഈ ഒരു മൃതദേഹങ്ങളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോവുക? അതെ, ഇപ്പൊ കൊണ്ടുപോകണത് തമിഴ്നാട് സർക്കാരിന്റെ ആംബുലൻസുകളിലാണ് എല്ലാ ഡെഡ് ബോഡീസും കൊണ്ടുവന്നത്. അതേ ആംബുലൻസുകളിൽ അതായത് വീടുകളിലേക്ക് നീക്കുക. ശരി, നന്ദിയുണ്ട് ശ്രീ അബ്ദുറഹിമീൻ. വാർഡ് മെമ്പറായിട്ടുള്ള അബ്ദുറഹ്മാനാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും പൊതുദർശനം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് അബ്ദുറഹ്മാൻ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. എന്തായാലും വളരെ വിങ്ങലോടെ തന്നെ നാട് വിട പറയുകയാണ് ഈ ഒരു 9 പേർക്കും. മരിച്ച 9 പേർക്കും നാട് അതീവ ദുഃഖത്തോടെ തന്നെ വിട പറയുകയാണ്. ഇപ്പോൾ കുരുന്നുകളൊക്കെ ഈ ഒരു തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ കാണാൻ എത്തിയിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളും ബന്ധുക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ ഇങ്ങനെ തുടങ്ങിയ ആയിരങ്ങളാണ് ഈ ഒരു സ്കൂൾ വളപ്പിൽ തടിച്ചുകൂടിയിട്ടുള്ളത്. ഇന്നലെ വരെ വലിയ സന്തോഷത്തോടെ നടന്നിരുന്ന ഒരു സ്കൂൾ മുറ്റമാണ് ഇന്നിപ്പോൾ കണ്ണീരിൽ മുങ്ങിത്താഴുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. നിരവധി ജനങ്ങളാണ് ഈ ഒരു സ്കൂൾ വളപ്പിൽ ഒത്തുചേർന്നിരിക്കുന്നത്. എല്ലാവരും വളരെ ദുഃഖത്തോടെ തന്നെ ഈ ഒരു വിടവാങ്ങലിൽ പങ്കുചേർന്നിരിക്കുകയാണ്. കണ്ണീരോടെ തന്നെ യാത്ര അയക്കുകയാണ് ഈ ഒരു 9 പേരെയും. ഇതിപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ വർഷങ്ങളായി തങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതീവ ദുഃഖത്തോടെ തന്നെ ഈ ഒരു നാട് വിട നൽകുകയാണ് ഈ 9 പേർക്കും. വളരെ ദുഃഖകരമായ, കേരളം നടുക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു ഇന്നലെ എത്തിയത്. വാൽപ്പാറയിലുണ്ടായ ഈ ഒരു അപകടത്തിൽ 9 പേരാണ് മരിച്ചത്. ഇപ്പോഴിതാ ജന്മനാട്ടിലേക്ക് ഇവർ തിരികെയാണ് പോയത്. വളരെ സന്തോഷത്തോടെ തുടങ്ങിയ ഒരു വിനോദയാത്ര ഇപ്പോൾ അവസാനിക്കുന്നത് കണ്ണീരോടെ അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്.
പൊതുദർശനം നടക്കുന്ന അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും ജിഷാദ് ചേരുന്നുണ്ട്. ശ്രീ ജിഷാദ്, ഇപ്പോൾ എത്ര മണി വരെ ഈ ഒരു പൊതുദർശനം തുടരും? ഇനിയിപ്പോൾ ഈ ഒരു മൃതദേഹം വീടുകളിലേക്ക് കൊണ്ടുപോയാൽ അവിടെയും പൊതുദർശനം ഉണ്ടാകുമോ? ഈ കാണാത്ത ആളുകൾക്ക് ഈ ഒരു കാണാൻ വേണ്ടി എന്തെങ്കിലും അവസരം ഒരുക്കുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? ദാരുണമായ ഈ ദുരന്തത്തിൽ ഒരു പാങ് ഗ്രാമം ഒന്നടങ്കം കണ്ണീരിലാണ്. നിരവധി മൃതശരീരങ്ങൾ, തന്റെ പ്രിയപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ ഓരോരുത്തരും വിങ്ങലായി തന്നെ ഓരോരുത്തരും കണ്ണിൽ വെള്ളം നിറച്ചാണ് ഇവിടുന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 9 മണിയോട് കൂടി തന്നെ 9 മൃതദേഹങ്ങളും പാങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയിരുന്നു. ഇത് 10:30 കൂടിയിട്ട് തന്നെ ഇത് അവസാനിപ്പിക്കണമെന്നാണ് അധികൃതർ കരുതുന്നത്. അത്രയും ജനങ്ങൾ, അതായത് കൂട്ടം കൂടി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പാങ് ഹയർ സെക്കൻഡറി സ്കൂൾ. ബന്ധുക്കൾക്കടക്കം കാണാൻ പറ്റാത്ത ഒരവസ്ഥ, അതായത് ശരീരങ്ങളിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ നിരവധി ആളുകളാണ്, സമയപ്രവർത്തകരടക്കം നിരവധി ആളുകളാണ് പാങ്ങിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 10:30 കൂടി തന്നെ ഈ പൊതുദർശനം അവസാനിപ്പിച്ച് അതാത് വീടുകളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ അവസാനമായി ഒന്ന് കാണാൻ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നാട്ടുകാരും സഹപ്രവർത്തകരും അടക്കം നിരവധി ആളുകളാണ് പാങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ദുരന്തം വൻ ദുരന്തമായി തന്നെ ഈ ജന്മനാട്ടിലും പാങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുദർശനത്തിന് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയെങ്കിലും അതായത് ഒന്നും നടക്കാത്ത ഒരു അവസ്ഥ. നിരവധി ആളുകൾ അതായത് എത്തിക്കൊണ്ടിരിക്കുന്നു പാങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ജിഷാദ്, ഇപ്പോൾ ഈ സ്കൂളിന്റെ അധികൃതരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ? ആരൊക്കെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്? ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയൊക്കെ എത്തിയിട്ടുണ്ട്. മറ്റ് പൊതുപ്രവർത്തകരൊക്കെ ആരൊക്കെയാണ് ഈ ഒരു പൊതുദർശന ചടങ്ങിലുള്ളത്? PK കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, നിരവധി സാമൂഹ്യ പ്രവർത്തകർ, അതുപോലെ തന്നെ നിരവധി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെല്ലാം ഈ സംഭവ സ്ഥലത്ത് തന്നെ, അതായത് പാങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ പൊതുദർശനത്തിനും അതുപോലെ തന്നെ അന്ത്യോപചാരം അർപ്പിക്കാനും എത്തിച്ചേർന്നിരുന്നു. നിരവധി ആളുകളും അതുപോലെ തന്നെ സ്വന്തം കുട്ടികളും, അതായത് അതായത് ഈ അധ്യാപകരുടെ കുട്ടികളും അടക്കം ഈ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. എന്തായാലും 10:30 കൂടി തന്നെ ഇവിടുത്തെ പൊതുദർശനം അവസാനിപ്പിച്ച് അതാത് വീടുകളിലേക്ക് ഇവിടുന്ന് കൊണ്ടുപോകും. ജിഷാദ്, ഇനി ഈ ഒരു പൊതുദർശനത്തിലേക്ക് ഇനി പ്രമുഖരാരെങ്കിലും ചേരാനുണ്ടോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? എന്തായാലും 10:30 കൂടി തന്നെ ഈ ഇവിടുത്തെ പൊതുദർശനം അവസാനിപ്പിക്കുമെന്നാണ് അതായത് ഈ സ്കൂൾ അധികൃതരും ഇവരെ ബന്ധുക്കളും അറിയിച്ചിട്ടുള്ളത്. കാരണം ഇനിയും ഒട്ടനവധി ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഗ്രൗണ്ട് മൊത്തത്തിൽ, അതായത് 10,000-കണക്കിന് ആളുകളാണ് ഈ ഒരു സംഭവ സ്ഥലത്ത് അടിച്ചുകൂടിയിരിക്കുന്നത്. എന്തായാലും ഈ ക്രമീകരണങ്ങളോട് കൂടി തന്നെ നിരവധി ആളുകൾക്ക് കാണാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. വീട്ടിൽ ഇത് പൊതുദർശനം ഉണ്ടാവില്ല, നേരെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുമെന്നാണ് ഈ ബന്ധുക്കൾ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു മൃതദേഹങ്ങളൊക്കെ വീടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാണോ? എപ്പോഴത്തേക്കാണ് ഈ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? എന്തായാലും തമിഴ്നാട് സർക്കാരിന്റെ ഏകോപനം എടുത്തു പറയേണ്ടതാണ്. അവിടുത്തെ 9 ആംബുലൻസുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. 10:30 കൂടി തന്നെ ഈ ആംബുലൻസുകളിൽ തന്നെ ഇവരെ അതാത് വീടുകളിൽ എത്തിക്കും. തമിഴ്നാട് പോലീസും ഇതിന് എസ്കോർട്ടായിട്ടുണ്ട്. എന്തായാലും കേരള പോലീസും തമിഴ്നാട് പോലീസും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരുമാണ് ഇപ്പോൾ അതായത് ഈ പൊതുദർശനം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. 10:30 കൂടി തന്നെ അതാത് വീടുകളിൽ കൊണ്ടുപോയി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് ഇവരുടെ ബന്ധുക്കൾ നമ്മളോട് അറിയിക്കുന്നത്. വീട്ടിലേക്കും ആർക്കും പ്രവേശനമില്ലെന്നും ഈ ബന്ധുക്കൾ നമ്മളോട് അറിയിക്കുന്നു. മീഡിയ അടക്കം ആർക്കും, അതായത് ഈ പൊതുദർശനം കണ്ടതോടുകൂടി തന്നെ ഇവരെ ദർശിക്കുന്നത് അതായത് കഴിയും. പിന്നീട് ആർക്കും അങ്ങനെ ഒരു അവസരം ഉണ്ടാവില്ല, നേരെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. ജിഷാദ്, ഇപ്പോൾ വളരെ വേദനാജനകമായ ഒരു വാർത്ത തന്നെയായിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു അപകടം എന്ന് വലിയൊരു താങ്ങാൻ പറ്റുന്നതിലും അധികം ഒരു ദുഃഖമുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളടക്കം ഈ ഒരു സ്കൂൾ വളപ്പിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഈ ഒരു നാട്ടുകാരടക്കം വലിയൊരു ദുഃഖത്തിൽ തന്നെയാണ്. ഇവരെങ്ങനെയാണ് ഈ ഒരു വിയോഗത്തെ നോക്കിക്കാണുന്നത്? എന്തായാലും അതിദുഃഖകരമായ, അതായത് സഹപ്രവർത്തകരടക്കം അതുപോലെ തന്റെ അവസാനമായ ഒരു നോക്ക് കാണാൻ സഹപ്രവർത്തകരടക്കം ഒന്നടങ്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഓരോ ആളുകളുടെ കണ്ണിൽ നിന്നും കണ്ണീര് പൊഴിയാതെ ഇവിടുന്ന് കടന്നു പോകുന്നില്ല. ഓരോ വിദ്യാർത്ഥികളുടെ കണ്ണും അതുപോലെ തന്നെ മനസ്സും മിങ്ങിപ്പൊട്ടിയാണ് അതിലൂടെ കടന്നു പോയിരുന്നത്. തന്റെ അധ്യാപകർക്ക് അവസാനമായി അന്ത്യോപചാരം അർപ്പിച്ച ശേഷമാണ് ഇവർ ഓരോരുത്തരും കടന്നു പോകുന്നത്. തന്റെ ടീച്ചർ ഇനി ഇല്ല എന്ന ഒരു ദുഃഖകരമായ ഒരവസ്ഥ ഓരോ വിദ്യാർത്ഥികളുടെ മുഖത്തും പ്രകടമായിരുന്നു. എന്തായാലും ജിഷാദിനി, എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ ആരംഭിക്കുക?
10:30 കൂടിയിട്ട് അതായത് ഇവരുടെ ഈ 9 പേരുടെ മൃതശരീരങ്ങൾ അതാത് സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഈ മലപ്പുറത്തിന്റെ വിവിധ സ്ഥലങ്ങൾ, അതായത് പുലാമന്തോള്, പാങ്, അധിക പേരും ഈ പാങ് പ്രദേശത്തുള്ള ടീച്ചർമാരും സഹപ്രവർത്തകരുമാണ്. ഇതിൽ ഒരു ടീച്ചറുടെ മാത്രമാണ് പുലാമന്തോളിലുള്ളത്. ഈ ടീച്ചർ അജിത് ടീച്ചർ ഇതിന്റെ HM ആണ്, പാലൂർ സ്വദേശിയാണ്. പാലൂരിലേക്ക് ഇവിടുന്ന് ഒരു അരമണിക്കൂറിന്റെ ദൂരമുണ്ട്. ബാക്കി എല്ലാ ആളുകളുടെയും ഇവിടെ അടുത്ത പ്രദേശം തന്നെയാണ്. ഒക്കെ ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ എല്ലാ മൃതശരീരങ്ങളും അതാത് വീടുകളിൽ എത്തിച്ചേരും. ശേഷം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. എന്തായാലും തീവ്രാദുഃഖമായി ഈ പാങ് ഗ്രാമം ഒന്നടങ്കം കണ്ണീരിലാണ്. നിഷാദ്, ഈ മരിച്ച 9 പേരുടെയും വീടുകളിലേക്ക് ഇപ്പോൾ ഈ ഒരു സ്കൂളിൽ നിന്നും ഒരുപാട് ദൂരമുള്ളതാണോ? അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാണോ? അതായത് എല്ലാ സജ്ജീകരണവും, അതായത് ഫ്രീസറിൽ തന്നെയാണ് ഇവരുടെ മൃതശരീരങ്ങൾ ഇവിടെ കൊടുന്ന് അന്ത്യോപചാരം അർപ്പിക്കാൻ പൊതുദർശനത്തിന് വേണ്ടി വെച്ചിരുന്നത്. ഈ ഫ്രീസറിൽ തന്നെ ഇവരുടെ മൃതദേഹങ്ങൾ അതാത് സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ശേഷം അതാത് വീടുകളിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. വിവിധ പള്ളികളിലും അതുപോലെ തന്നെ ശ്മശാനങ്ങളിലുമാണ് മറ്റേ അന്ത്യ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. എന്തായാലും 9 പേരുടെ മൃതശരീരങ്ങൾ പാങ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇപ്പോഴും ഉള്ളത്. 10:30 ഇവിടുത്തെ പൊതുദർശന ചടങ്ങുകൾ അവസാനിപ്പിച്ച് അതാത് വീടുകളിലേക്ക് ബോഡികൾ കൊണ്ടുപോകും. തമിഴ്നാട് സർക്കാരിന്റെ ആംബുലൻസുകളാണ് ഇവരുടെ ബോഡികളെല്ലാം അതാത് വീടുകളിലേക്കും എത്തിക്കുക. തമിഴ്നാട് പോലീസും അതുപോലെ തന്നെ കേരള പോലീസും ഇവർക്ക് അകമ്പടിയായി ഉണ്ട്. എന്തായാലും തീരാ ദുഃഖമാണ്. ഈ പാങ് ഗ്രാമം ഒന്നടങ്കം കണ്ണീരിലാണ്. നിരവധി ടീച്ചർമാരും അതുപോലെ തന്നെ മാഷുമാരും അതുപോലെ സഹപ്രവർത്തകരും നാട്ടുകാരും ഈ അന്ത്യോപചാര ചടങ്ങുകളിൽ എത്തിച്ചേർന്നിരുന്നു. എന്തായാലും ഇത് അല്പസമയത്തിനകം, അതായത് ഇപ്പോൾ 10:25 ഏകദേശം ഇവിടുത്തെ പൊതുദർശന ചടങ്ങുകൾ അവസാനിക്കാൻ പോവുകയാണ്. ശേഷം അതാത് വീടുകളിൽ എത്തി സംസ്കാര ചടങ്ങുകൾ നടക്കും. സംസ്കാര ചടങ്ങുകൾ പുറത്തുനിന്നുള്ള ആർക്കും പ്രവേശനം ഉണ്ടാവില്ല. അതാത് ബന്ധുക്കൾ മാത്രമായിരിക്കും ഈ ചടങ്ങുകളിൽ സംബന്ധിക്കുക എന്ന് ബന്ധുക്കൾ അറിയിക്കുന്നു. ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ഈ ഒരു പൊതുദർശനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരെ എങ്ങനെയാണ്? വളരെ വൈകാരികമായ ഒരു നിമിഷം തന്നെയല്ലേ? അപ്പോൾ ഈ ഒരു വിയോഗം, തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ അവസാനമായി ഒരു നോക്ക് കാണുമ്പോഴുള്ള ഇവരുടെ പ്രതികരണം എന്തെങ്കിലും ഉണ്ടോ? അതായത് ദാരുണമായ ദുരന്തത്തിൽ പാങ് ഗ്രാമം ഒന്നടങ്കം കണ്ണീരിലാണ്. അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികള്, അതുപോലെ തന്നെ തന്റെ വിദ്യാർത്ഥികള്, അധ്യാപകരുടെ വിദ്യാർത്ഥികളൊക്കെ കണ്ണീര് പൊഴിക്കുന്ന ഒരവസ്ഥ. അതായത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയും സങ്കടത്തോട് കൂടിയിട്ടാണ് ഓരോ സഹപ്രവർത്തകരും അതുപോലെ തന്നെ തന്റെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം ഇവരുടെ അന്ത്യോപചാര ചടങ്ങുകളിൽ എത്തിച്ചേർന്നിരുന്നത്. എന്തായാലും നടപടിക്രമങ്ങൾ ഏകോപിച്ച് ജില്ലാ ഭരണകൂടം എന്ന് എടുത്തു പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം 10:30 കൂടി തന്നെ, ഇന്നലെ രാത്രിയോട് കൂടി തന്നെ പൊതുദർശന ചടങ്ങുകൾ, അതായത് പോസ്റ്റ്മോർട്ടം ചടങ്ങുകൾ കഴിച്ച്, അതായത് ഇന്ന് രാവിലെ 6 മണിക്കാണ് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോരുന്നത്. എന്തായാലും 4 പേരാണ് ഇപ്പോൾ കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുന്നത്. ബാക്കിയുള്ളവരെ, ഒരു കുട്ടിയെ ഇന്നലെ രാത്രി തന്നെ പൊള്ളാച്ചിയിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് എത്തിച്ചിരുന്നു. ആ കുട്ടിയുടെ ഉമ്മ അടക്കം മരിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ കുട്ടി അറിഞ്ഞിട്ട് പോലുമില്ല ഉമ്മ മരിച്ച സംഭവം. എന്തായാലും ആ കുട്ടി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ശിവൻകുട്ടി, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെല്ലാം അന്ത്യോപചാരം അർപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും ഇവിടുന്ന് അതായത് ബോഡികൾ, ഈ 9 ബോഡികളും അതാത് വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് ഇനി കാണാനുള്ളത്. എന്തായാലും ഇവിടെ പിന്നീട് പൊതുദർശനമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരിക്കുന്നതല്ല. ശേഷം അതായത് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. സംസ്കാര ചടങ്ങുകളിൽ ആരും പങ്കെടുക്കുന്നില്ല. പൊതുപ്രവർത്തകരോ അതുപോലെ തന്നെ ആരും അവിടേക്ക് എത്തേണ്ട കാര്യമില്ലെന്ന് അതാത് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. ആ വീട്ടിലുള്ള ആളുകളും അതുപോലെ അടുത്ത ബന്ധുക്കളും മാത്രമായിരിക്കും ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുക. നിഷാദ്, ഈ മരിച്ചവരുടെ കൂട്ടത്തിൽ അബ്ദുൽ മജീദ് എന്നൊരു മാഷുണ്ട്. അദ്ദേഹത്തിന് കാഴ്ച പരിമിതി ഉണ്ടെന്നാണ് വിവരം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ ഈ ഒരു സ്കൂൾ വളപ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ? അതൊരു വൈകാരിക നിമിഷം തന്നെയല്ലേ? അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ പ്രതികരിക്കുന്നുണ്ടോ? അത് എടുത്തു പറയേണ്ടതാണ് ഈ മജീദ് മാഷിന്റെ ഒരു സാന്നിധ്യം. മജീദ് മാഷ് അവിടുത്തെ എല്ലാ ആക്ടിവിറ്റികളിലും അതുപോലെ തന്നെ ആർട്സ് ആൻഡ് സ്പോർട്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിന്ന ഒരു മാഷായിരുന്നു. ഇദ്ദേഹത്തിന്റെ വൈഫും ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്, റുക്കിയ ടീച്ചർ. എന്തായാലും 2 പേരും ഒരേ സ്കൂളിൽ തന്നെ ആയിരുന്നു. അവസാന നിമിഷവും അതായത് ഒരേ വാഹനത്തിൽ അവസാന യാത്രയും കഴിച്ച് ഒരേ സ്കൂളിൽ നിന്ന് അവസാനമായി പിരിയുന്ന ഒരവസ്ഥ. സ്വന്തം വീടുകളിലേക്ക് അവരുടെ ബോഡികൾ എത്തുന്ന ഒരവസ്ഥ ഭയങ്കര അതിദാരുണമായ
അപകടം വൈകാരിക നിമിഷങ്ങളിലൂടെയാണ് എല്ലാ സഹപ്രവർത്തകരും അതുപോലെ തന്നെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വാക്കുകളില്ല എന്തായാലും ഇതിൽ അപകടത്തിനെ കുറിച്ച് പറയാൻ. ശരി, വ്യക്തമാണ് ജിഷാദ്. എന്തായാലും ഇപ്പോൾ പൊതുദർശനമൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ 1 മണിക്കൂറാണ് പൊതുദർശനമൊക്കെ കഴിഞ്ഞത്. എന്തായാലും ഇതിന് ശേഷം മൃതദേഹങ്ങളൊക്കെ വീടുകളിലേക്ക് കൊണ്ടുപോകും. സംസ്കാരമൊക്കെ ഉച്ചയോടെ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. വളരെ വൈകാരികമായി തന്നെ സ്കൂൾ വളപ്പിൽ ആയിരങ്ങൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഈ ഒരു അധ്യാപകർക്ക് കണ്ണീരോടെ വിട നൽകുകയാണ് നാടൊന്നാകെ. പൂർവ്വ വിദ്യാർത്ഥികളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഈ ഒരു സ്കൂൾ വളപ്പിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. കുരുന്നുകളൊക്കെ അവരുടെ അധ്യാപകരെ അവസാനമായ ഒരു നോക്ക് കാണാനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. വളരെ ദുഃഖത്തോടെ തന്നെ, ഈ കണ്ണീരോടെ തന്നെ നാട് വിട നൽകുകയാണ്. ഈ ഒരു 9 പേർക്കും വളരെ ദുഃഖകരമായ ഒരു നിമിഷം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ആയിരങ്ങളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. ഇവരിൽ പലർക്കും ഈ ഒരു പൊതുദർശനത്തിൽ കാണാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. അത്രത്തോളം ജനങ്ങൾ ഈ ഒരു സ്കൂൾ മുറ്റത്ത് തടിച്ചുകൂടിയിരിക്കുകയാണ്. ഇന്നലെ വരെ വളരെ സന്തോഷത്തോടെ നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്കൂൾ മുറ്റമാണ് ഇന്ന് കണ്ണീരിൽ മുങ്ങിത്താഴ്ന്നിരിക്കുന്നത്. വളരെ സന്തോഷത്തോടെ യാത്ര പോയ ഒരു വിനോദയാത്ര സംഘം ഇതാ അപകടത്തിൽപ്പെട്ട് തിരികെ എത്തുന്നത് 9 ആംബുലൻസുകളിലായിട്ടാണ്. വളരെ ദുഃഖകരമായ ഒരു നിമിഷത്തിലൂടെയാണ് ഈ ഒരു നാട് നീങ്ങുന്നത്. നിരവധി ജനങ്ങളാണ് ഈ ഒരു സ്കൂൾ മുറ്റത്ത് തടിച്ചുകൂടിയിരിക്കുന്നത്. എന്തായാലും പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങളൊക്കെ ഇവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും. ബന്ധുക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. സംസ്കാരം ഉച്ചയോടെ ഉണ്ടാകും. 9 മലയാളികൾ മരിച്ചതിൽ പൊതുദർശനം നടക്കുകയാണ്. അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഈ ഒരു പൊതുദർശനം ഉള്ളത്. പൊതുദർശനത്തിന് ശേഷം 10 മണിയോടെ മൃതദേഹങ്ങളൊക്കെ വീടുകളിലേക്ക് കൊണ്ടുപോകും. സംസ്കാരങ്ങൾ ഉച്ചയോടെ തന്നെ ഉണ്ടാകും. വളരെ വേദനയോടെ തന്നെയാണ് ഈ ഒരു വാർത്ത പങ്കുവയ്ക്കുന്നത്. വിദ്യാർത്ഥികളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഈ ഒരു സ്കൂൾ വളപ്പിൽ തടിച്ചുകൂടിയിരിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നിരവധി ആളുകളാണ് ഈ ഒരു സ്കൂൾ വളപ്പിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഈ നാടൊന്നാകെ കണ്ണീരോടെ വിട നൽകുകയാണ് ഈ ഒരു 9 പേർക്കും. വളരെ ദുഃഖകരമായൊരു നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്തായാലും പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ തങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ വൈകാരികമായൊരു നിമിഷത്തിലൂടെയാണ് ഈ ഒരു നാട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഇപ്പോൾ വളരെ ദുഃഖകരമായ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് ഈ ഒരു നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ വൈകാരികമായ ഒരു നിമിഷം തന്നെയാണ്. പൊതുദർശനം ഇനി എത്ര മണിവരെ ഉണ്ടാകും? ഇതിനു ശേഷം എപ്പോഴായിരിക്കും ഈ ഒരു മൃതദേഹങ്ങൾ തിരികെ വീടുകളിലേക്ക് കൊണ്ടുപോവുക? ഇന്നലെ വാൽപ്പാറ ചുരത്തിൽ ആളിയാറിനും അകക്കെട്ടിക്കുമിടയിൽ ടെമ്പോ ട്രാവലർ മറിഞ്ഞ് മലപ്പുറം സ്വദേശികളായിട്ടുള്ള 5 അധ്യാപകരടക്കം മരണപ്പെട്ട 9 പേരുടെ ഒരു പൊതുദർശനമാണ് ഇപ്പോൾ മലപ്പുറം പാങ് അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടരുന്നത്. വളരെ വൈകാരികമായ മുഹൂർത്തമാണ്. എല്ലാവരെയും സംബന്ധിച്ച് അവർക്ക് പ്രിയപ്പെട്ട അധ്യാപകർ, അവരുടെ പ്രിയപ്പെട്ട ജീവനക്കാർ, ഇതൊക്കെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ നാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു ഇവരെല്ലാവരും. ആ സ്കൂളിലെ പ്രഥമാധ്യാപികയായിട്ടുള്ള പി അജിതയായിട്ടായാലും, അല്ലെങ്കിൽ അധ്യാപകരായ റംലയും ആശയും ഷക്കീലയും, ഒപ്പം തന്നെ അവിടുത്തെ കരുമത്തൊടി മജീദ് എന്ന് പറയുന്ന അധ്യാപകനായാലും, ആലുങ്ങൽ സുഹ്റയും, ഒപ്പം തന്നെ പാചകത്തൊഴിലാളിയും, ഇവരോടൊപ്പം പോയ അവരുടെ കുടുംബാംഗങ്ങളുണ്ട്. മജീദിന്റെ ഭാര്യ റുഖിയും, ഒപ്പം തന്നെ സുഹ്റയുടെ മകൻ ഹിഷാമും ഒക്കെയുണ്ട്. ഇവരും മരണത്തിലേക്കാണ് യാത്ര ചെയ്തത്. ഈ അബ്ദുൽ മജീദ് എന്ന് പറയുന്ന അധ്യാപകന് കാഴ്ച പരിമിതി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിനൊപ്പം ഭാര്യ റുഖിയ കൂട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഭർത്താവിനെ സഹായിക്കാൻ കൂട്ടുപോയ ഭാര്യ ഉൾപ്പെടെയാണ് ഈ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നത്. ഈ ഷക്കീന എന്ന് പറയുന്ന അധ്യാപിക അടുത്തിടെയാണ് ഷക്കീല എന്ന് പറയുന്ന അധ്യാപിക LP സ്കൂളിൽ നിന്ന് UP സ്കൂളിലേക്ക് മാറിയത്. അങ്ങനെ ഇത്രയും കാലം ജോലി ചെയ്ത സ്കൂളിലെ വിനോദയാത്രയിൽ അവരും ഒരുമിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ ഈ ജീവിതത്തിൽ ജോലിയിൽ ഒരുമിച്ചവർ, പിന്നീട് വിനോദയാത്രയിൽ ഒരുമിച്ചവർ, അവർ മരണത്തിലും ഒരുമിച്ചിരിക്കുന്നു, പൊഴുതയും ദർശനത്തിലും ഒരുമിച്ചിരിക്കുന്നു. അതിൽ ജാതിമത വൈജാത്യങ്ങളില്ലാതെ ഒരുമിച്ച ആ മനുഷ്യർ ഇനി അല്പനേരം കൂടി മാത്രമാണ് ഒരുമിച്ചുണ്ടാകുന്നത്. അമ്പലപ്പറമ്പ് സ്കൂളിന്റെ മുറ്റം എന്ന് പറയുന്നത് ഒരു കണ്ണീർ ഭൂമിയായി മാറുന്നു.
എല്ലാവരും എങ്ങും കേൾക്കാനുള്ളത് സങ്കടങ്ങളും വിലാപങ്ങളും മാത്രമാണ്. അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. പരസ്പരം ആശ്വസിപ്പിക്കാനാവാതെ നാട്ടുകാർ, വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ഇവരുടെ സഹപ്രവർത്തകരായിട്ടുള്ള ബാക്കി അവശേഷിക്കുന്ന ആളുകൾ, ഇവരൊക്കെ വലിയ വേദനയോടുകൂടിയാണ്. ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ വ്യത്യസ്ത ഖബർസ്ഥാനുകളിലേക്ക് ഇവരെ കൊണ്ടുപോകും, അല്ലെങ്കിൽ വ്യത്യസ്ത ശ്മശാനങ്ങളിലേക്ക് ഇവരെ കൊണ്ടുപോകും, ഇവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോകും. അതിൽ തന്നെ ഈ മജീദിന്റെയും ഭാര്യ റുക്കിയുടെയും ഖബറടക്കം നടക്കുന്നത് മാട്ടാത്ത് മഹലിലെ ഖബർസ്ഥാനിലാണ്. റംലയുടെയും സാജിദയുടെയും ഷക്കീലയുടെയും ഖബറടക്കം നടക്കുന്നത് അവർ ഒരുമിച്ചാണ് ഖബറടക്കുന്നത്. അത് പാങ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ്. ഈ ഈസ്റ്റ് പാങ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് സുഹ്റയുടെയും മകൻ ഹിഷാമിന്റെയും ഖബറടക്കം നടത്തുക. പൊതുദർശനത്തിന് ശേഷം അജിതയുടെ മൃതദേഹം നേരെ കൊണ്ടുപോകുന്നത് പുലാമന്തോളിലെ വീട്ടിലേക്കാണ്. ആശയുടെ മൃതദേഹം കൊണ്ടുപോകുന്നത് കൊളത്തൂരിലെ വീട്ടിലേക്കാണ്. അങ്ങനെ ഒരു മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നടക്കുന്നത്. ഇവരുടെ ഡ്രൈവർ ഇപ്പോൾ ജീവന് വേണ്ടി മല്ലിടുന്ന ഒരു സാഹചര്യമാണ്. ആശുപത്രിയിൽ മല്ലിടുന്നു. പൊള്ളാച്ചിയിൽ രാവിലെ 6:15 പൊള്ളാച്ചിയിൽ നിന്ന് മൃതദേഹങ്ങളുമായി ആംബുലൻസുകൾ ഇവിടത്തേക്ക് പുറപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 9 ആംബുലൻസുകളും ഒന്നിച്ചാണ് പൊള്ളാച്ചിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊതുദർശനത്തിന് സജ്ജമാക്കിയ ഇടത്തേക്ക് എത്തുന്നത്. അർദ്ധരാത്രി 12 മണിയോടെ തന്നെ പൊള്ളാച്ചി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചിരുന്നു. പുലർച്ചെ 4 മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയായത്. ഇതിനുവേണ്ടി പ്രത്യേക ഉത്തരവ് തന്നെ തമിഴ്നാട് സർക്കാർ പുറത്തിറക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു കേരളത്തിന്റെയും തമിഴ്നാടും സർക്കാരുകൾ ഏകോപിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ കണ്ടത്. അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ച, പ്രധാനമന്ത്രി അടക്കമുള്ളവർ അനുശോചിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതിൽ 400 അടി താഴ്ചയിലേക്ക് ആ വാഹനം മറയുന്നത്. ഏറെ പ്രതീക്ഷയോടുകൂടി, സന്തോഷത്തോടുകൂടിയായിരിക്കും ഈ മനുഷ്യർ ഒരുമിച്ച് യാത്ര തുടങ്ങിയത്. ആ ട്രാവലർ ആ വളവിൽ വെച്ച് അതിരപ്പള്ളി സന്ദർശിച്ച് മലക്കപ്പാറ വഴി വാൽപ്പാറയിലെത്തി മടങ്ങുമ്പോഴാണ് ഇവരുടെ വണ്ടി നിയന്ത്രണം വിട്ട് മറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ മറിഞ്ഞ ഒരു വണ്ടി തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ ഉള്ള ഒരു ചുരമാണ്. അതിന്റെ 13ാം ഹെയർ പിൻ വളവിൽ വെച്ച് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി 9ാം വളവിലേക്ക് മറിഞ്ഞ് ഇവരുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ എല്ലാവരെയും സംബന്ധിച്ച് വലിയ വേദനയാണ്. ഒരു കേരളം മുഴുവൻ ഒരു കണ്ണീരണിഞ്ഞ ഒരു ദിനമാണ് ഇന്നലെ. കേരളവും തമിഴ്നാടും ഒക്കെ കണ്ണീരണിഞ്ഞ ദിനമാണ്. ഇന്നിപ്പോഴത്തെ പാങ് എന്ന വാക്കിന് ഭംഗി എന്നൊരർത്ഥം കൂടിയുണ്ട്. ഒരുപക്ഷെ ഈ മനുഷ്യരുടെ മനസ്സിന്റെ ഭംഗി കൂടി വിവരിക്കുന്നതായിരിക്കണം അത്. സാധാരണ സ്കൂളുകളിലൊക്കെ നമുക്ക് ഈ പൊതുവിദ്യാലയങ്ങളിൽ മാത്രമാണ് അധ്യാപകരുടെ ഇടയിൽ ഇത്രയും നല്ലൊരു ഐക്യം, കൂട്ടായ്മയൊക്കെ നമുക്ക് പൊതുവെ കാണാൻ കഴിയുന്നത്. കാരണം അവരൊരുമിച്ച് അവധിക്കാലമാണ്. സാധാരണ അവധിക്കാലത്തൊക്കെ അധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും അവരുടെ കുടുംബത്തോടൊപ്പമാണ് വിനോദയാത്ര പൊതുവെ പോകാറുള്ളത്. പക്ഷേ ഈ പൊതുവിദ്യാലയത്തിലെ അധ്യാപകർക്കിടയിൽ അത്തരത്തിലുള്ള ഒരു ഇതല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു പാങ് സ്കൂളിലെ അധ്യാപകരെല്ലാം തന്നെ ഒരുമിച്ച് പോകുന്നു. അതിനകത്ത് ജീവനക്കാരുണ്ട്, അവിടെ സ്കൂളിൽ പാചകം ചെയ്യുന്ന പാചകത്തൊഴിലാളിയുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ കാഴ്ച പരിമിതിയുള്ള അധ്യാപകൻ മജീദുണ്ട്. അവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോയി അവരുടെ മനസ്സിന്റെ സന്തോഷം എന്ന് പറയുന്നത്, ഇന്നലെ അവിടുത്തെ ഒരു നാട്ടുകാരി പറഞ്ഞതുപോലെ ഇവരുടെ യാത്രയുടെ വിവരം അറിയുന്നത് അവരുടെ സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ്. ആ സ്റ്റാറ്റസിൽ ഉണ്ടായിരുന്ന അവരുടെ സന്തോഷത്തിന്റെ അളവ് എത്രമാത്രം വലുതായിരുന്നു എന്ന്. പക്ഷേ അവർ ആ സന്തോഷത്തോടെ ചെയ്ത യാത്ര, അത് സങ്കടക്കടലിലേക്കാണ് അവർ യാത്ര ചെയ്തത്. സങ്കടത്തിന്റെ ആഴങ്ങളിലേക്കാണ്, കൊല്ലിയിലേക്കാണ് അവർ ജീവിതത്തിൽ നിന്നും മറഞ്ഞ് മരണത്തിലേക്ക് പോയത് എന്ന ഒരു വേദനയാണ്. ഈ പാങ് സ്കൂളിനെ സംബന്ധിച്ച്, അമ്പലപ്പറമ്പ് സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വേദനയുള്ളത് ഈ ഒറ്റ ദിവസം കൊണ്ട് മാത്രം 9 കുടുംബങ്ങൾ മാത്രമല്ല അനാഥമാകുന്നത്, ആ സ്കൂൾ ആകെയാണ് അനാഥമാകുന്നത് എന്നാണ്. പിന്നെ ഈ പാങ് GLP സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂളിൽ ഇനി അവശേഷിക്കുന്നത് 3 അധ്യാപികമാർ മാത്രമാണ്, ഒരു പ്യൂണും മാത്രമാണ്. 3 അധ്യാപികമാരും ഒരു പ്യൂണും മാത്രമാണുള്ളത്. അത് കൃത്യമായി അവരുടെ പേര് പ്യൂൺ ഗോപാലകൃഷ്ണനും LPയിലെ അധ്യാപിക ഹസ്നത്തും LKG അധ്യാപികമാരായിട്ടുള്ള റസീനയും യശോദയുമാണ്. ഒപ്പം തന്നെ ഇവരെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ആ വിദ്യാലയത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ മാനസികമായിട്ടുള്ള വേദന, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ നൊമ്പരം, അവരുടെ മാനസികാവസ്ഥ, ഇതൊക്കെ ഇനി ശരിയാക്കി എടുക്കേണ്ടതുണ്ട്. കാരണം
അവരെ സംബന്ധിച്ച് ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ പ്രിയപ്പെട്ടവരില്ല എന്നൊരു വേദന അവിടെയുണ്ട്. ഈ അധ്യാപികയായിട്ടുള്ള ഹസ്നത്ത് ഇവർക്കൊപ്പം പോകേണ്ടിയിരുന്നതാണ്. പക്ഷേ ഹജ്ജിന് പോകാനുള്ള ഒരു ഒരുക്കം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർ ഈ വിനോദയാത്രയിൽ നിന്ന് ഇവർക്ക് പെട്ടെന്ന് മാറി നിൽക്കേണ്ടി വന്നത്. പൊടുന്നനെയാണ് മാറി നിൽക്കേണ്ടി വന്നത്. പരിസര പ്രദേശങ്ങളിൽ അടുത്തടുത്തായി താമസിക്കുന്നവരാണ് ഇങ്ങനെ യാത്രയിൽ ഒരുമിച്ച് പോയത്. ഈ ഹസനത്തിനെ സംബന്ധിച്ച് 30-ാം തീയതി ഭർത്താവ് നിസാഫിനൊപ്പം ഹജ്ജിന് പോകാനുള്ളത് കൊണ്ട് മാത്രം ഈ യാത്ര ഒഴിവാക്കി എന്നുള്ളതാണ്. അങ്ങനെ ഹസനത്ത് അങ്ങനെ ഈ യാത്രയിൽ പോകേണ്ടിയിരുന്ന ഒരാളാണ്. പക്ഷേ ഹസനത്തിന് പോകാൻ പറ്റിയില്ല. പക്ഷേ ഹസനത്തിന്റെ പ്രിയപ്പെട്ട ആളുകളെല്ലാം തന്നെ പോയിരിക്കുന്നു എന്നുള്ളതാണ്. സഹപ്രവർത്തകരെല്ലാം തന്നെ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇവരുടെയൊക്കെ വീടുകളിലേക്കാണ് ഈ ഒരു മൃതദേഹം കൊണ്ടുപോവുക. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. വളരെ വേദനയുളവാക്കുന്ന ഒരു കാര്യം. മാത്രമല്ല ഈ ഓരോരുത്തരെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ സ്കൂളിലെ പ്രഥമാധ്യാപികയായിട്ടുള്ള അജിതയെ കുറിച്ച് പറയുമ്പോൾ ഈ അജിത എന്ന് പറയുന്നത് ഇവർ കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഇവിടെ ഒരു പ്രഥമ അധ്യാപികയായിട്ട് ചുമതലയേറ്റിട്ടുള്ളത്. അതിനു മുൻപ് ഇവിടെ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ 2 വർഷമായി എല്ലാവരെ സംബന്ധിച്ചും പ്രിയപ്പെട്ട ഒരു പ്രഥമാധ്യാപികയാണ്. അങ്ങനെ ഒരു ഗൗരവകരമായിട്ടുള്ള ഇതല്ല. മറ്റൊന്ന് ഈ ആശ അധ്യാപികയായിട്ടുള്ള ആശയെ സംബന്ധിച്ച് പറയുമ്പോൾ ആശ എല്ലാ യാത്രയിലും 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ അജുവിനെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. പക്ഷേ ഈ യാത്രയിൽ അജു ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോ സ്വാഭാവികമായിട്ടും അജുവിന് ഇനി യാത്രകൾ കൊണ്ടുപോകാൻ അമ്മ ഒപ്പമില്ല എന്നൊരു വലിയൊരു വേദന ഉണ്ടാകുന്നു. ഒപ്പം റംലയുടെ മകൻ ഷംഷാദ്, അങ്ങനെയുള്ള മനുഷ്യരുടെ ഒക്കെ വേദന നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. പാങ്ങ് GLP സ്കൂളിന് മുൻപിൽ ഇന്നലെ തന്നെ ഒരു അപകട വിവരം അറിഞ്ഞത് മുതൽ ആളുകളെല്ലാം തന്നെ 100-ലേറെ വരുന്ന ആളുകളും ഈ പിഞ്ചു കുഞ്ഞുങ്ങളും അവരുടെ രക്ഷിതാക്കളും അടക്കം ഇവിടെ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് ഇനിയിപ്പോൾ എന്ത് എന്നൊരു വലിയൊരു ചോദ്യമുണ്ട്. അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരും ജീവനക്കാരും ഒക്കെ പോയിരിക്കുന്നു. അവർ മരണത്തിന്റെ കയങ്ങളിലേക്കാണ് അവർ പോയിരിക്കുന്നത്. അവരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ പൊതുദർശനത്തിനായി വെച്ചിരിക്കുന്നത്. ഏറെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. നാട്ടുകാരുടെ വലിയൊരു നീണ്ട നിരയാണ് ഇവിടെ ഉള്ളത്. അവരെല്ലാം തന്നെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് വേണ്ടി അന്തിമോപചാരം അർപ്പിക്കുന്ന ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. വ്യക്തമാണ്. തമിഴ്നാട് വാൽപ്പാറയിൽ ട്രാവലർ മറിഞ്ഞ 9 മലയാളികൾ മരിച്ചതിൽ 9 പേരുടെയും സ്കൂളിലെ പൊതുദർശനം പൂർത്തിയായിട്ടുണ്ട്. വളരെ വൈകാരികമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സ്കൂൾ മുറ്റത്ത് നിന്ന് മൃതദേഹങ്ങൾ വഹിച്ച ആംബുലൻസും മടങ്ങുകയാണ്. അവരുടെ വീടുകളിലേക്കാണ് ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത്. ഖബർസ്ഥാനിലേക്കാണ് ഈ ഒരു മടക്കം. വളരെ വേദനയോടെ തന്നെ കണ്ണീരോടെ ഈ ഒരു നാട് വിട നൽകുകയാണ്. അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിലെ വൈകാരിക രംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ആദരാഞ്ജലികൾ അർപ്പിച്ച ആയിരങ്ങളാണ് സ്കൂൾ വളപ്പിൽ തടിച്ചുകൂട്ടിരുന്നത്. വളരെ വൈകാരികമായ രംഗങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് സ്കൂൾ മുറ്റത്ത് നിന്ന് മൃതദേഹങ്ങൾ വഹിച്ച ആംബുലൻസ് ഒക്കെ മടങ്ങുകയാണ്. കണ്ണീരോടെ വിട നൽകുകയാണ് നാട്.